നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ഈ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരാളെ കാണാതായിട്ട് 7 മണിക്കൂർ പിന്നിടുകയാണ്. രക്ഷാപ്രവർത്തനം 7 മണിക്കൂർ പിന്നിടുകയാണ്. ഈ ഒരു ജലാശയത്തിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം ചെറിയ തോതിൽ മഴയുണ്ട്. എന്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയധികം വൈകുന്നത് എന്നതിന്റെ ഉത്തരം ഈ ജലാശയത്തിൽ കുന്നുകൂടിയിരിക്കുന്ന മാലിന്യമാണ് എന്ന് കേട്ടാൽ തീർച്ചയായും നമുക്ക് ഏവർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. നഗരത്തിന്റെ ഒരു മാലിന്യം പുറന്തള്ളുന്ന സ്ഥലമായി ആമയിഴഞ്ചാൻ തോട് മാറിയിട്ട് കാലങ്ങളേറെ ആയിരിക്കുന്നു. ഇപ്പോൾ അതിനൊരു രക്തസാക്ഷിയെ കൂടി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജോയി എന്ന തിരുവനന്തപുരം സ്വദേശി ഇതിനകത്ത് അകപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ആകുന്നു. മാലിന്യങ്ങൾ കാരണം മാലിന്യങ്ങൾ കുന്നുകൂടിയത് കാരണം രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടിലാകുന്നു. എന്തുകൊണ്ടാണ് ഈ ഖരമാലിന്യങ്ങളുടെ സംസ്കരണം അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന് ചോദിച്ചാൽ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയാണ് ആദ്യമായി ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. സനോജി, എന്താണ് ഈ മാലിന്യ കൂമ്പാരം കാരണം ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ വൈകുക എന്നത് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. തിരുവനന്തപുരം നഗരത്തിലെ ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് പലതവണ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇതുവരെയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? കുമാറെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒട്ടനവധി കടമകളുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് ഈ ഓരോ നഗരത്തിലെയും മഴക്കാല പൂർവ്വ ശുചീകരണം എന്നത്. ഓരോ മഴക്കാലത്തിന് മുമ്പും ഈ ജല ഒഴുകിപ്പോകേണ്ട ഭാഗങ്ങളിൽ, അത് കൃത്യമായി ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ, നഗരത്തിൽ അത് കെട്ടിക്കിടക്കാതെ അതിനു മുമ്പ് തന്നെ മാലിന്യങ്ങൾ മാറ്റി ആ വഴികൾ, ആ ജലപാതകൾ സുഗമമാക്കുക എന്നുള്ളത് കോർപ്പറേഷന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്നിരിക്കെയാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നഗരഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ വലിയ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ. ആ കനത്ത മഴയത്താണ് അവിടെ ശുചീകരണത്തിനായി, അതായത് ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്രോപ്പർട്ടിയിൽ കൂടെ ഒഴുകുന്ന തോടിന്റെ ഭാഗമാണ്. റെയിൽവേ അധികാരികളുടെ അവരാണ് ഈ തൊഴിലാളികളെ അവിടെ വൃത്തിയാക്കാനായി ഇറക്കിയത്. ഈ തോട്ടിൽ വെള്ളം കൂടിയപ്പോൾ, ഒഴുക്ക് കൂടിയപ്പോൾ ആദ്യം ഇറങ്ങിയ 3 പേർ തിരിച്ചു കയറി. അതിൽ ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞ ജോയി മാരായമുട്ടം സ്വദേശിയാണ്, തിരുവനന്തപുരം. ഈ ജോയിയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഈ മറ്റുള്ളവർ കാണുകയാണ് ചെയ്തത് ഇയാൾ ഒഴുക്കിൽ പോകുന്നത്. തുടർന്ന് അധികാരികളെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ രംഗത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ റെസ്ക്യൂ ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ജീവനോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായം ഉണ്ടായെങ്കിൽ അതിനുശേഷമുള്ള ബോഡിയോ കരയ്ക്ക് എത്തിക്കുന്നത് ഒരു മണിക്കൂറുകൾക്കുള്ളിലാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ തടസ്സമായി, വില്ലനായി മാറിയത് നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ തന്നെയാണ്. അതിന് ഒരുപക്ഷെ നമ്മൾ കോർപ്പറേഷനെ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളെയും നമുക്ക് കുറ്റം പറയേണ്ടി വരും. കാര്യം മാലിന്യം എങ്ങനെ വലിച്ചെറിയുന്നു, അത് എവിടെ പോയി അടിയുന്നു, അത് ഇന്നിപ്പോൾ ഈ പറഞ്ഞ ജോയിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ നഗരവാസിയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ഒരു വാഗ്വാദം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, ഇതിന്റെ പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത്, സംഭവ സ്ഥലത്ത് ആദ്യം മേയർ എത്തിയിരുന്നു, അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എത്തിയിരുന്നു. ഇവരൊക്കെ തന്നെയും ഇത് പഴിചാരുന്നത് റെയിൽവേയുടെ മേലിലാണ്. എന്നാൽ റെയിൽവേ ആകട്ടെ ഇത് നഗരസഭയുടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് സമയം തള്ളി നിൽക്കുകയാണ്. അതേസമയം ഇവിടുത്തെ മാലിന്യത്തിന്റെ ആ ഒരു കൂമ്പാരം, അത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ തത്സമയം തന്നെ കണ്ടതാണ്. എത്രമാത്രം കിലോ കണക്കിന്, ടൺ കണക്കിന് മാലിന്യങ്ങളാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ മാലിന്യത്തിന്റെ കട്ടി കൊണ്ട് തന്നെ സ്കൂബ ഡൈവുകാർ, അതായത് ഈ ഏത് വെള്ളത്തിലും മുങ്ങി വൈദഗ്ധ്യം നേടിയിട്ടുള്ള സ്കൂബ ഡൈവുകാർ വന്നിട്ട് അവർ പോലും പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം ഈ ഇടുങ്ങിയ ഭാഗത്തൂടെ തോട് കടന്നു പോകുന്നുണ്ട്. അവിടേക്ക് മുങ്ങി താന്നാൽ അതിന്റെ അടിയിൽ ചേറാണോ മാലിന്യ കൂമ്പാരമാണോ, ഈ ഇറങ്ങുന്നവർ പോലും അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങാൻ വിസമ്മതിച്ചു. അതിനെ തുടർന്നാണ് ആ ഭാഗത്തെ നെറ്റ്, അവിടെ ഈ
ജനങ്ങൾ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ പൊക്കത്തിൽ വലിയ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ നെറ്റൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റി അവസാനം JCB കൊണ്ടുവന്നാണ് ഈ മാലിന്യങ്ങൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കുമാർ ഇതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 7 മണിക്കൂറോളമാകുന്നു. ഇനി ജോയിയെ എങ്ങനെയാണ് കരക്കെത്തിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു ഉത്തരമായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ജോയിയുടെ കുടുംബത്തോടൊപ്പം തന്നെ ഇന്ന് കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ് ജോയിയുടെ ആ തിരിച്ചുവരവിനായി. എന്തായാലും ഇതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ നഗരസഭ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ആ സമയത്തൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കേണ്ട സമയത്തൊക്കെ ഇവിടെ മറ്റു പല മേഖലകളിലുമായിരുന്നു കോൺസെൻട്രേഷൻ. ആദ്യം തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മേയറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഇതൊക്കെ കത്തിക്കയറുന്നതിനിടയിൽ ഇവിടുത്തെ ജനജീവിതം എങ്ങനെ പോകുമെന്നോ അല്ലെങ്കിൽ മഴ വന്നാൽ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ എന്താകുമോ എന്നോ ഒന്നും അറിയാതെ പോയി. ഇത് ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ കിട്ടിയതാണ്. പ്രത്യേകിച്ചും ഈ വെള്ളക്കെട്ട് ആദ്യമുണ്ടായ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഇക്കുറി മഴ ലഭിച്ചിരുന്നു. ആ മെയ് അവസാനത്തിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായതാണ്. എന്നിട്ടും ഒരു ഇടവേള കിട്ടിയിട്ടും ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് കോർപ്പറേഷൻ അധികാരികൾ പോയില്ല എന്നുള്ളത് വലിയ ഗുരുതര വീഴ്ചയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടമ മറന്നിരിക്കുന്നു എന്ന് ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടി നമുക്ക് എടുത്ത് പറയേണ്ടി വരും കുമാർ. പക്ഷേ ഈ ദാരുണമായ സംഭവത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും പരക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയാകുന്ന മറ്റൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ എത്തിയത്? അതിൽ ചില ദുരൂഹതകളില്ലേ? സാധാരണ ജനങ്ങൾ വീടുകളിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണോ ഇവിടെ എത്തിയിട്ടുള്ളത്? അതോ മറ്റേതെങ്കിലും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവ വരുന്നുണ്ടോ? ഈവൻ നഗരസഭയെ പോലും പലരും സംശയിക്കുന്നുണ്ട്. നഗരസഭയുടെ കളക്ഷൻ സെന്ററുകളിൽ എത്തുന്ന മാലിന്യങ്ങൾ പോലും ഇത്തരം ജലാശയങ്ങളിലും മറ്റും നിക്ഷേപിക്കപ്പെടുന്നു എന്നൊരു ആരോപണവുമുണ്ട്. എങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കും? കുമാർ, തീർച്ചയായിട്ടും ഇതിൽ വ്യക്തികളെ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാര്യം തിരുവനന്തപുരം നമുക്കറിയാം. ഇപ്പോൾ നാൾക്ക് നാൾ തിരുവനന്തപുരത്തിന്റെ ഒരു ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2018 മറ്റ് പ്രദേശങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്ന് തിരുവനന്തപുരത്തെ സേഫ് സോണായി കണ്ടവരാണ് നമ്മൾ കേരളീയർ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പലരും തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഉള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ അവരുടെ വസ്തുവകകളൊക്കെ വിറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് സേഫ് സോൺ ആയതുകൊണ്ട് തന്നെ ചേക്കേറിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനസാന്ദ്രത കൂടി വരികയാണ്. അത് മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങൾ, നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ്. ഹോട്ടലുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളാണ് ഓരോ വർഷവും ഇവിടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഉള്ള ഖരമാലിന്യങ്ങൾ അടക്കമുള്ളവ എത്തുന്നത് ഈ ജലാശയങ്ങളിലേക്ക് തന്നെയാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രധാന ജലപാതയായിരുന്നു ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒക്കെ. പക്ഷെ ഇന്ന് ഇതൊക്കെയും ഈ തിരുവനന്തപുരത്തിന്റെ മാലിന്യം മാത്രം വഹിച്ചൊഴുകാൻ ശ്രമിക്കപ്പെട്ട ജലപാതകളായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെത്തുന്നവർ, കിഴക്കേക്കോട്ടയിൽ എത്തുന്നവർക്കറിയാം, കിഴക്കേക്കോട്ടയിലെ പഴവങ്ങാടിയിലെ വെള്ളക്കെട്ട് എത്ര കോടി രൂപ മുടക്കിയിട്ടാണ് അവിടെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പല പദ്ധതികൾ, ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ അവിടെ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോഴും 1 മണിക്കൂർ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അവിടെയൊക്കെ സംജാതമാണ്. ഇതിനൊക്കെ കാരണം ഈ പൂർണ്ണമായും ജലം ഒഴുകിപ്പോകാനുള്ള പഴയ പാതകൾ, തിരുവനന്തപുരത്തിന്റെ പഴയ ജലപാതകളൊക്കെ ഇന്ന് അടഞ്ഞിരിക്കുകയാണ്. അതിൽ ഈ മാലിന്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിൽ ഈ തിരുവനന്തപുരം നഗരവാസികളുടെയും നഗരസഭയും ഒക്കെ ഒരുമിച്ച് നിന്ന് നമുക്ക് അവരെ കുറ്റം പറഞ്ഞേ പറ്റൂ. കാര്യം പിന്നെ മറ്റൊരു മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇവർ ഈ മാലിന്യം എവിടെ കൊണ്ട് കളയും എന്നുള്ളത്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം നൽകേണ്ടത് ഈ പറഞ്ഞതുപോലെ നഗരസഭ തന്നെയാണ്. സമയോചിതമായി ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇനി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായേക്കാം. ഈ ഒരു തൊഴിലാളിയുടെ അപകടം, അയാൾ എന്ത് സംഭവിച്ചിരുന്നാലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടൊപ്പം, കോർപ്പറേഷനോടൊപ്പം തന്നെ ജനങ്ങളും, തിരുവനന്തപുരം വാസികളായിട്ടുള്ള ജനങ്ങളും ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി തന്നെ ചിന്തിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാര്യം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും അടുത്ത 2-3 മാസങ്ങളിൽ ഈ മഴ തുടർന്നേക്കാം. തിരുവനന്തപുരത്തിന്റെയും അല്ലെങ്കിൽ കേരളത്തിന്റെയും ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ എല്ലാ ആഴ്ചയും മഴ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ
മഴ മാറി എന്നുള്ള ഇതിൽ ഇനി അടുത്ത വർഷം ആലോചിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇന്നിപ്പോൾ ഇത് ഒരു തൊഴിലാളിയുടെ കാര്യമാണെങ്കിൽ പോലും വലിയ വിലപ്പെട്ട ഒരു മനുഷ്യജീവനാണ്. ഇപ്പോൾ 7 മണിക്കൂറായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരം പോലും ലഭിച്ചിട്ടില്ല. അദ്ദേഹം അതിനിടയിൽ ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ മാലിന്യത്തിന്റെ ഇടയിൽ ശ്വാസം മുട്ടിയായിരിക്കാം ഒരുപക്ഷെ അതിനകത്തേക്ക് അപകടത്തിൽപ്പെട്ടത്. ഈ അദ്ദേഹത്തിന്റെ ജീവനോടെയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഇത്രയും നേരം അതിനുള്ളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് കുമാർ, ഈ ഒരു സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളും ഇതിൽ ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഇതിനെതിരെ ഉയരുന്ന ഒരു വാദം. നഗരസഭ, തിരുവനന്തപുരം നഗരത്തിന്റെ ഈ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നഗരസഭയിലാണ്. നഗരസഭ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ പറയുന്ന ഒരു ജലാശയത്തിൽ? തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു കാലത്ത് അഭിമാനമായിരുന്ന ജലാശയം, ആ ജലാശയം ഒരു അഴുക്ക് ചാലായി മാറിയതിന് കാരണം ഈ നഗരസഭയുടെ ഒരു അനാസ്ഥ കൊണ്ടല്ലേ? ഇപ്പോഴും ഇന്ത്യയിലെ പല നഗരസഭകളും മാലിന്യങ്ങൾ വളരെ കൃത്യമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിന്റെ മാതൃകകൾ നമ്മുടെ സ്വദേശത്ത് തന്നെ ഉണ്ട് എന്നിരിക്കെ, നേരത്തെ ഇതില്ലായിരുന്നു. വിദേശത്തു നിന്നും പലയിടത്തും നമ്മൾ മാതൃകകൾ കണ്ടുപഠിക്കുമായിരുന്നു. പക്ഷേ സ്വദേശത്ത് പോലും, ഇപ്പോൾ ഇൻഡോർ പോലുള്ള നഗരങ്ങളിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ വളരെ മികച്ച ഉദാഹരണങ്ങൾ നിലനിൽക്കെ കേരളം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ അലംഭാവം കാട്ടുന്നത്? നഗരസഭ ഭരണകൂടം, നഗരസഭയുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയും അതിലെ ആൾക്കാരും എല്ലാം എന്തുകൊണ്ടാണ് ഇത്രയധികം അലംഭാവം കാട്ടുന്നത്? ഒരു നഗരത്തെ ഒന്നാകെ മാലിന്യത്തിൽ മുക്കിക്കൊള്ളാനുള്ള ഒരു വലിയ അലംഭാവമല്ലേ നമ്മൾ ഈ നഗരത്തിൽ കാണുന്നത്? ആമയിഴഞ്ചാണ്ടോട് നമ്മൾ കാണുന്നത് പലതവണ കോരി മാറ്റിയ മാലിന്യമാണ്. വീണ്ടും വീണ്ടും ആ മാലിന്യ കൂമ്പാരമായി ഈ ആമയിഴഞ്ചാണ്ടോട് മാറുകയാണ്. അല്ല, അതാണ് കുമാർ, ഇതൊരു നിസ്സാര പ്രശ്നമായി തള്ളിക്കളയാവുന്നുള്ള ഒരു കാര്യമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം, അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പ് ഈ നഗരത്തിലുള്ള മാലിന്യങ്ങൾ അവിടുന്ന് മാറ്റുക എന്നുള്ളത് കോർപ്പറേഷന്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ്. അത് വെറും നേരം പോക്കിനുള്ളതോ അല്ലെങ്കിൽ അത് അവര് നിസ്സാരമായി ചെയ്യേണ്ടതോ ആയ ഒരു കാര്യമല്ല. കൃത്യമായി ടെൻഡർ കൊടുത്തുകൊണ്ട് ഇത് ആളുകളെ വിട്ട് ഇത് കൃത്യമായി ചെയ്യിപ്പിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നഗരസഭ ഒരുപക്ഷെ അത് വേണ്ട വിധത്തിൽ അത് സീരിയസ് ആയി കണ്ടില്ല. ഇന്നിപ്പോൾ നഗരസഭ പറയുന്നത് കഴിഞ്ഞ മഴ സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യത്തെ സംബന്ധിച്ച് അത് മാറ്റണമെന്ന് കാണിച്ച് റെയിൽവേക്ക് കത്ത് കൊടുത്തിരുന്നു. അവർ കാണിച്ച ഒരു അലംഭാവമാണ് ഇത്രയും താമസിക്കാൻ കാരണം. ഇപ്പോൾ വീണ്ടും മഴ പെയ്തപ്പോൾ മാത്രമാണ് അവർ അതിന് മുന്നിട്ടിറങ്ങിയത് എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിഞ്ഞ് പഴിചാരുമ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ഇത്തരത്തിലുള്ള വിലപ്പെട്ട ജീവനുകളാണ്. ഇതിപ്പോ ഒരു ജീവനാണെങ്കിൽ കൂടിയും ഇത്രയും ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഒന്നിച്ചു കൂടിയും ഇപ്പോൾ ഞാനും കുമാറും ഈ സംസാരിക്കുന്ന ഈ സമയം വരെയും ഇതിൽ ഒരു തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഇത് നമ്മളിത് ഈ ഒരു ഡിസ്കഷൻ തന്നെ എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജോയിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചേക്കാം. എന്തായാലും ഈ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും എന്ത് ആവും എന്നുള്ളത് സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥർക്കും, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ വലിയ പിടിയില്ല. കാര്യം ഇവിടുത്തെ ഇതിന്റെ അടിയിൽ കൂടി പോകുന്ന ജലപാതകൾ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടുങ്ങിയ പാതകളാണ്. റെയിൽവേ സ്റ്റേഷനുള്ളിലൂടെ മാൻഹോൾ വഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇറങ്ങി പരിശോധിക്കാനുള്ള ഒരു നടപടിക്രമം ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ മാറ്റിയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് തന്നെയുള്ള അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ജോയിയെ കണ്ടെത്താനാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗിന്റെ ആൾക്കാരും. അല്പം മുമ്പ് സ്കൂബ ഡൈവിംഗിന്റെ ടീമിലെ ഒരാൾ ഒരു ചാനലിന് ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. അതിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്, ഇവർക്ക് ഡൈവ് ചെയ്ത് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ഡെപ്ത് അവിടെ ഇല്ല. അത്രയും മാലിന്യങ്ങളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്, ചേറും മാലിന്യവും. അതിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം എന്നുള്ളത്. അത് ഒന്നുകൂടി സാഹസികത ഏറ്റുകയാണ്. അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിലോട്ടാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഒരു പ്രതിഷേധം വരുന്നത് മേയർക്കെതിരെ തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തെ കുട്ടിക്കളിയാക്കി മാറ്റിയിരിക്കുകയാണ് മേയർ എന്നുള്ള ഒരു വാചകം തന്നെയാണ് വീണ്ടും വരുന്നത്. ഈ കുട്ടിക്കളി മാറ്റാൻ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ള ആരെങ്കിലും പാർട്ടി തന്നെ മുൻകൈയെടുത്ത് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശങ്ങൾ പോലും ഈ ഒരു അവസരത്തിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിന് ഈ സമയത്ത് രാഷ്ട്രീയം പറയുകയല്ല, പക്ഷെ
ഇത് വളരെയധികം ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വീണ്ടും വീണ്ടും ചിന്തിച്ച് കൃത്യമായി നടപടികളുമായി മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം. അതിൽ ഇപ്പോൾ എല്ലാ പാർട്ടിയിലുള്ള കൗൺസിലർമാരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ഇതിപ്പോ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ ഇത് വലിയ കോളിളക്കം ഉണ്ടാകുന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. ഈ കുട്ടിക്കളി കാരണം പൊറുതിമുട്ടിയത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, പാർട്ടി പോലും ഇക്കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. മേയറുടെ ഈ ചില കുട്ടിക്കളികൾ പാർട്ടിക്ക് പോലും രസിക്കുന്നില്ല. അത് കാരണം മേയറെ ആ സ്ഥാനത്ത് നിന്നും നീക്കാനൊക്കെ പാർട്ടി ആലോചിച്ചതാണ്. പക്ഷെ അങ്ങനെ നീക്കാത്തതിന്റെ കാരണം എന്നത് ഒരു വ്യക്തി, മേയർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വനാകും എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പാർട്ടി അതിന് മുതിരാത്തത്. പക്ഷേ ഒരാളുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഈ നഗരം ഇനിയും എത്ര ജോയിമാരെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും എന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു ചർച്ച ഇനിയിപ്പോ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തത്, എഡിറ്റ് ചെയ്ത് എയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജോയിയെ കുറിച്ചുള്ള നല്ല വാർത്തകൾ ലഭിക്കട്ടെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു ടോപ്പിക് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.